ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മൾ ബാങ്കോക്കിലെ വീക്കെൻഡ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചിന് മുമ്പായിട്ട് ഇറങ്ങണം എന്നുള്ളൊരു പ്ലാനിലൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ വീക്കെൻഡ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം. മോസ്റ്റ്ലി ഞങ്ങളുടെ വീക്കെൻഡ്സ് എല്ലാം ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു 12 മണിക്കെങ്കിലും ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇറങ്ങി വന്നപ്പോൾ 1 മണിയായി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്പോട്ട് ലഞ്ചാണ്. ഞങ്ങൾ കൂടുതൽ എപ്പോഴും ബാങ്കോക്കിലെ സ്കൂട്ടറിൽ തന്നെയാണ് കറങ്ങുന്നത്. കാരണം ബാങ്കോക്കിലെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നത് സ്കൂട്ടറിൽ തന്നെയാണ്. കാരണം ഇവിടുത്തെ ട്രാഫിക് തന്നെയാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലഞ്ച് സ്പോട്ട് എത്തി. ഞങ്ങളുടെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഇത് ബാങ്കോക്കിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സൂപ്പ് റെസ്റ്റോറൻ്റ് ആണ്. 50 years ആയിട്ട് ബോയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പാണിത്. അപ്പോൾ ഇതിനു മുമ്പ് ഇത് ഞങ്ങളുടെ 3rd ടൈമാണ് ഇവിടെ വരുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണിത്. ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയുള്ളൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് നമ്മളിതിൽ കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് ഉള്ള ആലോചനയിലാണ് ഉണ്ണി. യൂഷ്വലി ഞങ്ങൾ വണ്ടി എടുത്ത് അങ്ങ് ഇറങ്ങും. യാതൊരുവിധ പ്ലാൻസ് ഒന്നും നമുക്ക് ഉണ്ടാവാറില്ല. വണ്ടി എടുത്ത് ഇറങ്ങുക, ആ ടൈമിൽ എങ്ങോട്ടാണോ പോകാൻ തോന്നുന്നത് അങ്ങ് പോവുക ചെയ്യുന്നത്. എന്തായാലും പുറത്ത് നല്ല ചൂടാണ്. അപ്പോൾ AC ഉള്ള എവിടെയെങ്കിലും കുറച്ച് നേരം ഇരിക്കുക എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ ബാങ്കോക്കിലെ ഒരു അടിപൊളി മാളായിട്ടുള്ള ഐക്കോൺ സിയാമിലേക്ക് പോവുകയാണ്. ടൈം കളയാൻ ഓരോരോ കാരണങ്ങളെന്നൊക്കെ പറയുന്ന പോലെ ഷോപ്പ് ചെയ്യാൻ പ്ലാനൊന്നും ഇല്ലെങ്കിലും നോക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. വേൾഡിലെ തന്നെ ഒട്ടുമിക്ക എല്ലാ ലക്ഷറി ബ്രാൻഡുകളും ഈ മോളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഷോപ്പിലും കയറി ഇറങ്ങി ഒരു ഈവനിങ് ടൈം ആയി. ഇത് തായ്ലൻഡിൽ ഇപ്പോഴത്തെ ക്യൂനാണ്. ക്യൂവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സിലും ഇതുപോലെ ഫോട്ടോ വയ്ക്കാറുണ്ട്. ഞങ്ങളപ്പോൾ പയ്യെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. നമ്മളിവിടെ എപ്പോൾ വന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു എക്സിബിഷനായിട്ടൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അവരെന്തൊക്കെയോ പ്രൊഡക്റ്റ് നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങൾ ചുമ്മാ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ട് ചുമ്മാ നടന്നിട്ട് വന്നിട്ട് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നൈസായിട്ട് ഞങ്ങൾ മുങ്ങി. ഈ മാളിൻ്റെ ലുക്ക് പോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷനും വളരെ ബ്യൂട്ടിഫുൾ ആണ്. കാരണം നമ്മുടെ ചാവോ പ്രായ റിവറാണ് ഈ മാളിൻ്റെ ഫ്രണ്ടിലൂടെ ഒഴുകുന്നത്. ഈ ചാവോ പ്രായ റിവർ നമ്മുടെ ബാങ്കോക്ക് സിറ്റിയിലെ വെൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിലൂടെ പ്രൈവറ്റ് ആയിട്ടുള്ളതും പബ്ലിക് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ബോട്ടുകൾ പോകുന്നുണ്ട്. അപ്പോൾ അതിലൊരു ബോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ റിവറിനോട് കണക്ട് ചെയ്ത് ഒത്തിരി ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. അപ്പോൾ ബാങ്കോക്കിലെ ഈ ട്രാഫിക് ഒഴിവാക്കി കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ പ്ലേസസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റും.
ഈ മാളിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് വാട്ടർ ഫൗണ്ടെയിൻ ഷോ. അത് ഈവനിങ് ആൻഡ് നൈറ്റായിട്ട് 2 പ്രാവശ്യം ഷോ ഉണ്ട്, ഫ്രീ ആണ്. അപ്പോൾ അതിനുവേണ്ടി ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മളും വെയിറ്റിംഗ് ആണ്. ബാങ്കോക്കിൽ വന്നിട്ടുള്ളവർക്കറിയാം, ബാങ്കോക്കിൽ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് ക്രൂയിസ് ഡിന്നർ. ഈ ചാവപ്രായ റിവർ കണക്ട് ചെയ്ത് ഒത്തിരി ക്രൂയിസുകൾ പോകുന്നുണ്ട്. ഈ ക്രൂയിസിൻ്റെ പലതിൻ്റെയും സ്റ്റാർട്ടിങ് നമ്മുടെ ഈ ഐക്കോൺ സിയാമിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. ഈവനിങ് ഒരു 6 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും ക്രൂയിസ് എല്ലാം വന്നു തുടങ്ങും. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്രൂയിസാണത്. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ഒരു റോയൽ ലുക്കിലാണ് അവർ വരുന്നത്. അങ്ങനെ വാട്ടർ ഫൗണ്ടെയിൻ ഷോ ഒക്കെ കണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറി. ഇതിനകത്തൊരു ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തീമിലുള്ളൊരു ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഒന്ന് കാണാം. ഇതാ കാണുന്ന ഐറ്റം നമ്മുടെ ഒരു ഫേവറേറ്റ് തായ് ഡിസേർട്ടാണ്. നമ്മളിത് എവിടെ കണ്ടാലും വാങ്ങിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ ഉണ്ണിയപ്പമൊക്കെ പോലെ ഇരിക്കും, പക്ഷേ ഇതിൻ്റെ അകത്ത് കോക്കനട്ടിൻ്റെ മിൽക്കാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ നടന്നൊക്കെ ക്ഷീണിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചായ ഒന്നും കിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ തായ് ടീ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടന്ന് ലാസ്റ്റ് ക്യാമറയുടെ ചാർജ് തീർന്ന് അറിഞ്ഞില്ല. അപ്പം കിട്ടിയൊരു സ്പോട്ട് കിട്ടിയപ്പോൾ ഉണ്ണി ചാർജിനിട്ട് അവിടെ ഇരുന്നു. നൈറ്റ് ആയപ്പോൾ നമ്മുടെ ഐക്കോൺ സിയാമിൻ്റെ ലുക്കേ മാറി. ഡേ ടൈമിൽ കാണുന്നേക്കാളും അടിപൊളി ലുക്കായിപ്പോൾ. ഇനിയിപ്പോൾ ക്രൂയിസിലേക്കൊക്കെ കയറുന്നതിൻ്റെ തിരക്കാണ് അവിടെ കാണുന്നത്. ആളുകൾ ക്യൂ നിന്ന് ഓരോരോ ക്രൂയിസിലോട്ട് കയറാനുള്ള തിരക്കാണ്. അങ്ങനെ രാത്രിയായി, നമ്മുടെ ഒരു ഡേ ഓൾമോസ്റ്റ് തീരാറായി. നമ്മൾ തിരിച്ച് നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോവുകയാണ്.
7-Eleven കയറാതെ നമ്മുടെ ഒരു ദിവസം ബാങ്കോക്കിൽ തീരില്ല. അപ്പോൾ നമ്മുടെ റൂമിനോട് അടുത്ത് തന്നെയുള്ള ഒരു 7-Eleven ആണ്. അവിടെ നമുക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കയറിയതാണ്.